ആശുപത്രികൾ ആവശ്യപ്പെട്ട അത്രയും ഇനം മരുന്നുകൾ നൽകാതെ സർക്കാർ എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പി പ്രവീണയുടെ വാർത്തയാണ്. 2023-24 വർഷം 707 ഇനം മരുന്നുകൾ സർക്കാർ ആശുപത്രികൾ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ നൽകിയത് 618 ഇനം മരുന്നുകൾ മാത്രം. കുടിശ്ശിക പ്രശ്നമടക്കമുള്ളതിനാൽ വിതരണ ഉത്തരവ് നൽകിയിട്ടും 38 കമ്പനികളാണ് കഴിഞ്ഞ വർഷം മരുന്ന് കൃത്യസമയത്ത് നൽകാതിരുന്നത്. റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ആശുപത്രികൾ ആവശ്യപ്പെടുന്ന അത്രയും മരുന്ന് സാധാരണഗതിയിൽ നൽകാറില്ല. പലപ്പോഴും മരുന്ന് ക്ഷാമത്തിന് കാരണവും ഇതാണ്. 5 ഐറ്റം എഴുതി, 2 എണ്ണം വെളിയിൽ നിന്ന് എല്ലാം കിട്ടിയില്ല. 4 ഐറ്റം വെളിയിൽ നിന്ന് കൊടുത്തേക്കുന്നു. 2022-23 ആശുപത്രികൾ നൽകിയ കണക്കനുസരിച്ച് 608 ബാച്ച് മരുന്നുകൾ ആവശ്യമായിരുന്നു. എന്നാൽ സർക്കാർ നൽകിയതാകട്ടെ 547. 2023-24 ഇത് 707 നിന്ന് 618 ചുരുങ്ങി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നൽകുന്ന ഇന്റന്റ് അനുസരിച്ച് 50% മരുന്നുകൾ 45 ദിവസത്തിനുള്ളിൽ കമ്പനികൾ കോർപ്പറേഷന് നൽകണം. 100% മരുന്നുകൾ 70 ദിവസത്തിനുള്ളിലും നൽകിയിരിക്കണം. എന്നാൽ മിക്ക കമ്പനികളും ഇത് പാലിക്കുന്നില്ല. 231 ദിവസം മുതൽ 447 ദിവസം വരെ പല കമ്പനികളും വിതരണം വൈകിപ്പിച്ചിട്ടുണ്ട്. വിതരണം വൈകിപ്പിക്കുന്നതിന് കമ്പനികളുടെ വിശദീകരണം കുടിശ്ശികയാണ്. വീഴ്ച വരുത്തുന്ന കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള വകുപ്പ് മെഡിക്കൽ കോർപ്പറേഷനുണ്ട്. ആശുപത്രികൾ ആവശ്യപ്പെടുന്ന മരുന്നുകൾ കൂടി നൽകാതിരിക്കുമ്പോഴാണ് ക്ഷാമം എന്ന പ്രശ്നം വളരെ ഗുരുതരമാകുന്നത്. ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ സാങ്കേതികമായ ഇടപെടലുകളാണ് ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.